ഓക്കെ, അപ്പോൾ നമ്മൾ സപ്ലിമെൻ്ററിയിലെ ഒരു സ്റ്റോറിയാണെന്ന് പഠിക്കാൻ പോകുന്നത്. സ്റ്റോറിയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ദ ക്യാമൽ ഗോട്ട് ഇസ് ഹംപ് അല്ലേ. എങ്ങനെയാണ് ക്യാമൽ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ, ഒട്ടകം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ക്യാമൽസിന് എന്ത് കിട്ടിയത്? ഹമ്പ് കിട്ടിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒട്ടകങ്ങളുടെ മുതുകിൽ എന്തുണ്ട്? ഒരു ഹമ്പ് കാണാം അല്ലേ. അപ്പോൾ ആ ഹമ്പ് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളതാണ് ഇതൊരു ഫാൻറ്റസി സ്റ്റോറിയാണ്, അല്ലാണ്ട് ഒരിക്കലും ഇത് റിയൽ ആയിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെയൊന്നും അല്ല എന്ത് കിട്ടിയത്, ഒട്ടകങ്ങൾക്ക് ഹമ്പ് കിട്ടിയത്. അതൊക്കെ ഇവല്യൂഷൻ്റെ ഫലമായിട്ട് കിട്ടിയ സാധനമാണ്. അപ്പോൾ ഒരിക്കലും എന്തല്ല, ഇത് ഒരു റിയൽ സ്റ്റോറി അല്ല, ജസ്റ്റ് എന്താണ്, ഒരു ഫാൻറ്റസി സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ദ വേൾഡ് ഹാഡ് ജസ്റ്റ് ബിഗൺ ആൻഡ് ദ ആനിമൽസ് വെയർ വർക്കിംഗ് ഫോർ ഹ്യൂമൻസ്. There was one lazy animal that did nothing and said nothing but hump. Even the clever jinn was at its wits' end. In the beginning, when the world was new and the animals were just beginning to work for man, and there was a camel, and he lived in the middle of a howling desert because he did not want to work. He ate sticks and thorns and prickles, and when anybody spoke to him, he said, "Hump, just hump and no more." Presently the horse came to him on Monday morning with a saddle on his back and said, "Camel, oh camel, come and trot like the rest of us." "Hump," said the camel, and the horse went away and told the man. Okay, അപ്പോൾ the world had just begun. ലോകം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആൻഡ് ദ ആനിമൽസ് ആർ വർക്കിംഗ് ഫോർ ഹ്യൂമൻസ്. ആ സമയത്ത് ആനിമൽസ് എന്ത് ചെയ്യാണ്? വർക്കിംഗ് ഫോർ ഹ്യൂമൻസ് അല്ലേ. മൃഗങ്ങൾ മനുഷ്യന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് there was one lazy animal that did nothing. ഒരു ലേസി ആനിമൽ ഉണ്ടായിരുന്നു അല്ലെ, ഒരു മടിയനായിട്ടുള്ള ഒരു ആനിമൽ ഉണ്ടായിരുന്നു. that did nothing. അവനൊന്നും തന്നെ ചെയ്യില്ല, ഒരു ജോലി അവൻ ചെയ്യില്ല. and said nothing but hump. എന്തുമാത്രമാണ് അവൻ പറയുന്നത്? and said nothing. അവനൊന്നും പറയത്തുമില്ല. just said hump. അവൻ ഒറ്റ വാക്കേ പറയത്തുള്ളൂ. എന്താ? hump എന്ന് പറയും. ഈവൻ ദ ക്ലവർ ജിൻ വാസ് അറ്റ് ഹിസ് വിറ്റ്സ് എൻഡ് അല്ലേ. അപ്പോൾ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ജിന്നെന്ന് വെച്ചാൽ അറിയാലോ, സ്പിരിറ്റ് ആണ് അല്ലേ. അപ്പോൾ ജിന്ന്, ഭൂതം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ജിന്നുണ്ടായിരുന്നു. ആ ജിന്നിന് പോലും എന്താണ്, അവൻ്റെ ക്ഷമ നശിച്ചു. ഇവൻ്റെ ഈ മടി കാരണം ജിന്നിന് പോലും അവൻ്റെ ക്ഷമ നശിച്ചു. അപ്പോൾ നോക്കാം. In the beginning, when the world was new and the animals were just beginning to work for man, there was a camel, and he lived in the middle of a howling desert because he did not want to work. പറയാം. In the beginning, അപ്പോൾ ലോകം ആരംഭിച്ചിരിക്കുകയാണ്. When the world was new, അപ്പോൾ ലോകം എന്താണ്? ന്യൂ ആണ്, പുതിയതാണ് അല്ലേ. അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ലോകം അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താണ്? ഇറ്റ് വാസ് ന്യൂ അല്ലേ, അത് വളരെ പുതിയതായിരുന്നപ്പോൾ. ആൻഡ് ദ ആനിമൽസ് വെയർ ജസ്റ്റ് ബിഗിനിങ് ടു വർക്ക് ഫോർ മാൻ. ആനിമൽസ് എല്ലാം തന്നെ എന്ത് ചെയ്യാണ്? ജസ്റ്റ് വർക്ക് ഫോർ മാൻ അല്ലേ. എന്തായിരുന്നു ചെയ്യുന്നത്? മനുഷ്യർക്ക് വേണ്ടിയിട്ടായിരുന്നു ജോലി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആദ്യമേ പറഞ്ഞു, ഇത് ഫാൻറ്റസിയാണ്, അല്ലാണ്ട് ഒരു റിയൽ കാര്യമൊന്നും അല്ല അല്ലേ, കഥയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി. There was a camel and he lived in the middle of a howling desert because he did not want to work. അപ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു? ക്യാമൽ ഉണ്ടായിരുന്നു അല്ലേ. ക്യാമൽ, ഒട്ടകം. അപ്പോൾ അവൻ എവിടെയാണ് താമസിക്കുന്നത്? ഡെസേർട്ടിലാണ് താമസിക്കുന്നത് അല്ലേ. എന്താണ്? മരുഭൂമിയിലാണ് താമസിക്കുന്നത്. കാരണം എന്താണ്? ബിക്കോസ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു വർക്ക്. അവൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ജോലി ചെയ്യേണ്ട ആവശ്യം ഇല്ല അല്ലേ. അതായത് അവന് ജോലി ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യാണ്? ഒരു ഡെസേർട്ടിൽ പോയി കിടക്കുകയാണ്. ഹി ഏറ്റ് സ്റ്റിക്സ് ആൻഡ് തോൺസ് ആൻഡ് പ്രിക്കിൾസ് അല്ലേ. അവൻ ഡെസേർട്ടിലുള്ള സ്റ്റിക്സും തോൺസും പ്രിക്കിൾസും എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കഴിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് വെൻ എനിബഡി സ്പോക്ക് ടു ഹിം, ആരെങ്കിലും അവനോടൊന്ന് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ, ഹി സെഡ് ഹംപ്. അവൻ ഹംപ് എന്ന് പറയും. ജസ്റ്റ് ഹംപ് ആൻഡ് നോ മോർ അല്ലേ. എന്തെന്ന് മാത്രമേ പറയത്തുള്ളൂ? ഹംപ് എന്ന് മാത്രമേ പറയത്തുള്ളൂ, നോ മോർ. വേറൊന്നും തന്നെ അവൻ പറയില്ല. ജസ്റ്റ് ഹംപ്. എന്നിട്ട് പ്രസന്റ്ലി ദ ഹോഴ്സ് കെയിം ടു ഹിം ഓൺ മൺഡേ മോർണിംഗ് അല്ലേ. ഒരു മൺഡേ മോർണിംഗിൽ, ഒരു തിങ്കളാഴ്ച ദിവസം രാവിലെ എന്ത് ചെയ്തു? ഒരു ഹോഴ്സ്, ഒരു കുതിര അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, വിത്ത് എ സാഡിൽ ഓൺ ഹിസ് ബാക്ക് അല്ലേ. അവൻ്റെ പുറകിൽ എന്തുണ്ട്? ഒരു സാഡിൽ, ഒരു ചുമടുമുണ്ട് അല്ലേ. അപ്പോൾ ആ ചുമടുമായിട്ട് അവൻ എന്ത് ചെയ്തു? ഈ ഒട്ടകത്തിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ക്യാമൽ ഓ ക്യാമൽ അല്ലേ. ക്യാമൽ ഓ ക്യാമൽ, കം ഔട്ട് ആൻഡ് ട്രോട്ട് ലൈക്ക് ദ റെസ്റ്റ് ഓഫ് അസ് അല്ലേ. കം ഔട്ട്, വരൂ, ആൻഡ് ട്രോട്ട് ലൈക്ക് ദ റെസ്റ്റ് ഓഫ് അസ് അല്ലേ. നമ്മളെപ്പോലെ നീ എന്ത് ചെയ്യൂ? ട്രോട്ട് ചെയ്യൂ, നടക്കൂ എന്ന് പറഞ്ഞു.
Hump, said the camel, and the horse went away and told the man. അല്ലേ, അപ്പോൾ ക്യാമൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അവൻ എപ്പോഴും പറയുന്ന പോലെ ഹംഫ് എന്ന് മാത്രം പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ പിണ്ടാതെ അവിടെ കിടന്നു. ആൻഡ് ദ ഹോഴ്സ് വെന്റ് അവേ ആൻഡ് ടോൾഡ് ദ മാൻ. അല്ലേ, നേരെ ഈ ഹോഴ്സ് എന്ത് ചെയ്തു? ഇത് പോയി മനുഷ്യനോട് പറഞ്ഞു. പ്രസന്റ്ലി ദ ഡോഗ് കെയിം ടു ഹിം. അതിനുശേഷം എന്ത് ചെയ്തു? ഒരു ഡോഗ് അവൻ്റെ അരികിലേക്ക് വന്നു. വിത്ത് എ സ്റ്റിക്ക് ഇൻ ഹിസ് മൗത്ത്. അല്ലേ, അവൻ്റെ അവൻ്റെ വായ്ക്കകത്ത് എന്തുണ്ട്? ഒരു സ്റ്റിക്കുണ്ട്, ഒരു കമ്പുണ്ട്. ആ കമ്പുമായിട്ട് വന്നു. ക്യാമൽ ഓ ക്യാമൽ. അല്ലേ, ക്യാമൽ എന്ത് ചെയ്യുക? കം ആൻഡ് ഫെച്ച് ആൻഡ് ക്യാരി ലൈക്ക് ദ റെസ്റ്റ് ഓഫ് അസ്. കം ആൻഡ് ഫെച്ച് ആൻഡ് ക്യാരി. അല്ലേ, വരൂ, എടുക്കൂ, ചുമക്കൂ, ലൈക്ക് ദ റെസ്റ്റ് ഓഫ് അസ്. അല്ലേ, നമ്മൾ ബാക്കിയുള്ളവരെ പോലെ നീം എന്ത് ചെയ്യുക? വന്ന് ഈ കാര്യങ്ങളെല്ലാം ചുമന്നുകൊണ്ട് ഇടൂ എന്ന് പറഞ്ഞു. അപ്പോഴും ക്യാമൽ എന്തെന്ന് തന്നെ പറഞ്ഞു? ഹംപ് എന്ന് തന്നെ പറഞ്ഞു. സെഡ് ദ ക്യാമൽ ആൻഡ് ദ ഡോഗ് വെന്റ് അവേ ആൻഡ് ടോൾഡ് ദ മാൻ. ഈ പട്ടിയും എന്നിട്ട് എന്ത് ചെയ്തു? ചെന്ന് മനുഷ്യനോട് കാര്യം പറഞ്ഞു കൊടുത്തു. പ്രസന്റ്ലി ദ ഓക്സ് കെയിം ടു ഹിം. ഒരു ഓക്സ് വന്നു, ഒരു കാള വന്നു. വിത്ത് ദ യോക്ക് ഓൺ ഹിസ് നെക്ക് ആൻഡ് സെഡ് ക്യാമൽ ഓ ക്യാമൽ കം ആൻഡ് പ്ലോ ലൈക്ക് ദ റെസ്റ്റ് ഓഫ് അസ്. അല്ലെ, ഒരു യോക്കുമായിട്ട് എന്ന് വെച്ചാൽ എന്താണ്, കലപ്പയുമായിട്ട് ആര് വന്നു? ഒരു ഓക്സ് ആരുടെ അടുത്തേക്ക് വന്നു? ഈ ക്യാമലിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവനും പറഞ്ഞു എന്താണ്? ക്യാമൽ ഓ ക്യാമൽ, അല്ലെ, എന്ത് ചെയ്യൂ? കം ആൻഡ് പ്ലോ. അല്ലെ, വരൂ, വന്ന് പ്ലോ ചെയ്യൂ, മണ്ണ് ഉഴുതു മറിക്കൂ, ലൈക്ക് ദ റെസ്റ്റ് ഓഫ് അസ്, നമ്മൾ ബാക്കിയുള്ളവരെ പോലെ നീ എന്ത് ചെയ്യൂ? ജോലി ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോഴോ ഹംപ് said the camel and the ox went away and told the man. അല്ലേ, അപ്പോഴും ഈ ക്യാമൽ എന്തെന്ന് തന്നെ പറഞ്ഞു? ഹംഫ് എന്ന് തന്നെ പറഞ്ഞു. ഈ ഓക്സ് നേരെ എന്നിട്ട് എന്ത് ചെയ്തു? മനുഷ്യനോട് ഈ കാര്യം പറഞ്ഞു. At the end of the day, the man called the horse and the dog and the ox together and said, 303, I am very sorry for you, but that hump thing in the desert can't walk, or he would have been here by now. So I am going to leave him alone, and you must work double time to make up for it. That made the three very angry, and they held a panchayat on the edge of the desert, and the camel king chewing cut and laughed at them. Then he said, Hump, and went away again. At the end of the day, വൈകുന്നേരമായപ്പോൾ the man called the horse and the dog and the ox together. അല്ലേ, ഈ ഹോഴ്സിനെയും ഓക്സിനെയും ഡോഗിനെയും ഒരുമിച്ച് ആര് വിളിച്ചു? ആ മനുഷ്യൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു 303. അല്ലേ, നിങ്ങൾ 3 പേരോടും ഐ എം വെരി സോറി ഫോർ യു, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. ബട്ട് ദാറ്റ് ഹംപ് തിങ്, പക്ഷേ ആ ഹംപ് തിങ് എന്താണ്? ഇൻ ദ ഡെസേർട്ട് ക്യാൻ വർക്ക്. അല്ലെ, ആ ഡെസേർട്ടിൽ കിടക്കുന്ന ആ ഹംപ് എന്ന് പറയുന്ന സാധനത്തിന് എന്ത് ചെയ്യാൻ വയ്യ? വർക്ക് ചെയ്യാൻ വയ്യ, പണിയെടുക്കാൻ വയ്യ. ഓർ ഹി വുഡ് ഹാവ് ബീൻ ഹിയർ ബൈ നൗ, അല്ലായിരുന്നെങ്കിൽ അവൻ ഇപ്പോഴെങ്കിലും ഇവിടെ എത്തുമായിരുന്നല്ലോ. സോ ഐ ആം ഗോയിങ് ടു ലീവ് ഹിം അലോൺ, അതുകൊണ്ട് ഞാൻ അവനെ ഒറ്റയ്ക്ക് വിടാൻ പോവുകയാണ്. ആൻഡ് യു മസ്റ്റ് വർക്ക് ഡബിൾ ടൈം ടു മേക്ക് അപ്പ് ഫോർ ഇറ്റ്. പക്ഷേ അവന് വേണ്ടിയിട്ടും കൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? അപ്പോൾ ഡബിൾ ടൈം വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലേ. അപ്പോൾ അവൻ ചെയ്യുന്ന ജോലിയും കൂടി ഇനി നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു, അല്ലേ. ഐ എം വെരി സോറി ഫോർ യു, അല്ലേ, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്, പക്ഷേ അവൻ ഒരു ജോലിയും ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ ഇനി മുതൽ ഡബിൾ ജോലി ചെയ്താലേ പറ്റൂ എന്ന് പറയും. ദാറ്റ് മേഡ് ദ 3 വെരി ആംഗ്രി. അത് കേട്ടപ്പോൾ ഈ 3 പേർക്ക് എന്ത് ചെയ്തു? വളരെയധികം ദേഷ്യം വന്നു. ആൻഡ് ദേ ഹെൽഡ് എ പഞ്ചായത്ത് ഓൺ ദ എഡ്ജ് ഓഫ് ദ ഡെസേർട്ട്. ആ ഡെസേർട്ടിൻ്റെ എഡ്ജിൽ വെച്ചിട്ട് അവൻ എന്ത് ചെയ്തു? ഒരു പഞ്ചായത്ത് നടത്തി. എന്ന് വെച്ചാൽ എന്താണ്? ഒരു മീറ്റിംഗ് നടത്തി, അല്ലേ, ഒരു മീറ്റിംഗ് നടത്തി. ആൻഡ് ദ ക്യാമൽ കെയിം ചൂയിങ് കഡ് ആൻഡ് ലാഫ്ഡ് അറ്റ് ദം. അല്ലേ, അപ്പോൾ ക്യാമൽ എന്ത് ചെയ്തു? കഡും ചവച്ചുകൊണ്ട്. കഡെന്ന് വെച്ചാൽ അയവിറക്കുന്ന ഭക്ഷണമാണ്, അല്ലേ. അപ്പോൾ കഡൊക്കെ ഇങ്ങനെ എന്ത് ചെയ്തു? ച്യൂ ചെയ്തുകൊണ്ട്, ചവച്ചുകൊണ്ട് ഈ ക്യാമൽ അവിടേക്ക് വന്നു. ആൻഡ് എന്ത് ചെയ്തു? ലാഫ്ഡ് അറ്റ് ദം, ഇവരെ നോക്കി ചിരിച്ചു. ആൻഡ് ദെൻ ഹി സെഡ് ഹംപ് ആൻഡ് വെന്റ്. ഇവരെ നോക്കി ഹംപ് എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ്റെ പാട്ടിന് പോയി. Presently there came along the jinn who was in charge of all deserts, rolling in a cloud of dust. അപ്പോഴാണ് ആര് വരുന്നത്? റോളിംഗ് ഇൻ എ ക്ലൗഡ് ഓഫ് ഡസ്റ്റ്, അല്ലേ. എന്താണ്? നല്ല ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ഒക്കെ ആയിട്ട്, അതായത് എന്താണ്? പുകപടലവും ഒക്കെ ആയിട്ട് ആര് വന്നു? there came a jinn, ഒരു ജിൻ വന്നു. ആരാ ജിൻ? ഹു വാസ് ഇൻ ചാർജ് ഓഫ് ഓൾ ഡെസേർട്സ്. എല്ലാ മരുഭൂമിയുടെയും കാവൽക്കാരനാണ്, അല്ലെങ്കിൽ സംരക്ഷകനാണ് ആര്? എല്ലാ മരുഭൂമിയുടെയും കാര്യങ്ങൾ നോക്കുന്ന ആരാണ്? ഈ ജിന്നാണ്. അങ്ങനെ ഇവരുടെ അടുത്തേക്ക് ആര് വന്നു? ആ പുകയൊക്കെ പറത്തിക്കൊണ്ട്, പൊടിയൊക്കെ പറത്തിക്കൊണ്ട് ആര് വന്നു? ഈ ജിൻ വന്നു. ജിൻ ഓഫ് ഓൾ ഡെസേർട്സ് സെഡ് ദ ഹോഴ്സ്,
Is it right for anyone to be idle? Certainly not, said the jinn. Well, said the horse, there is a thing in the middle of your desert with a long neck and long legs and hasn't done a stroke of work since Monday morning. He won't trot. View, said the jinn whistling. That's my camel. What does he say about it? He says hump and he won't plow, said the ox. Very good, said the jinn. I will hump him if you will kindly wait a minute. അപ്പോൾ ജിന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഈ മൃഗങ്ങൾ ജിന്നിനോട് പരാതി പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞു നോക്കി? ജിൻ ഓഫ് ഓൾ ഡെസേർട്സ്, സെഡ് ദ ഹോഴ്സ്, ഈസ് ഇറ്റ് റൈറ്റ് ഫോർ എനിവൺ ടു ബി ഐഡിൽ? അല്ലെ, അപ്പൊ ജിൻ ഓഫ് ഓൾ ഡെസേർട്സ്, ഈ മരുഭൂമികളുടെ രാജാവായ ജിന്നെ, അല്ലെ, എന്താണ്? ഈസ് ഇറ്റ് റൈറ്റ്, ഇത് ശരിയാണോ? ഫോർ എനിവൺ ടു ബി ഐഡിൽ, ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഐഡിലാകുന്നത്, ഐഡിൽ എന്ന് വെച്ചാൽ എന്താണ്? അലസൻ, മടിയൻ, അല്ലെ. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ മടിയനാകുന്നത് ശരിയാണോ? ഒരാൾ മടിയനായിട്ടിരിക്കുന്നത് ശരിയാണോ എന്ന് ജിന്നിനോട് ചോദിച്ചു. certainly not, said the jinn. അപ്പോൾ ജിന്ന് പറഞ്ഞു certainly not, തീർച്ചയായിട്ടും എന്താണ്? ഒരിക്കലും ശരിയല്ല, അല്ലേ. ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല? മടി പിടിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. Well, said the horse, there is a thing in the middle of your desert with a long neck and long legs and hasn't done a stroke of work since Monday morning. He won't trot. അപ്പോൾ പറയാം, വെൽ, അങ്ങനെയാണെങ്കിൽ there is a thing, അവിടെ ഒരു സാധനമുണ്ട്, in the middle of your desert, നിങ്ങളുടെ ഡെസേർട്ടിൻ്റെ മിഡിലായിട്ട്, മധ്യത്തിലായിട്ട് എന്തുണ്ട്? ഒരു സാധനം അവിടെ കിടപ്പുണ്ട്. എങ്ങനെയുള്ള സാധനമാ? വിത്ത് എ ലോങ് നെക്ക്, വളരെ വലിയ കഴുത്തും, നീണ്ട കഴുത്തും, ആൻഡ് ലോങ് ലെഗ്സ്, അല്ലെ, നീണ്ട കാലുമൊക്കെ ഉള്ള ഒരു സാധനം അവിടെ കിടപ്പുണ്ട്. ഹി ഹാസൻ ഡൺ എ സ്ട്രോക്ക് ഓഫ് വർക്ക് സിൻസ് മൺഡേ, മൺഡേ മുതൽ ഒരു ജോലി പോലും അവൻ എന്ത് ചെയ്തിട്ടില്ല? ചെയ്തിട്ടേ ഇല്ല, അല്ലേ. അപ്പോൾ അവൻ ഇങ്ങനെ മടി പിടിച്ച് കിടക്കുകയാണ്. മൺഡേ മുതൽ അവൻ ഇതുവരയ്ക്കും എന്ത്? ഒരു പൊടി ജോലി പോലും അവൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഹി വോണ്ട് ട്രോട്ട്, അവൻ നടക്കാറില്ല എന്ന് പറഞ്ഞു. പ്യൂ, സെഡ് ദ ജിൻ വിസിലിംഗ്, അല്ലേ. ജിൻ അപ്പോൾ എന്ത് ചെയ്തു? ഒരു വിസിലൊക്കെ അടിച്ചുകൊണ്ട് പറഞ്ഞു, ദാറ്റ്സ് മൈ ക്യാമൽ, അതെൻ്റെ ക്യാമൽ അല്ലേ. വാട്ട് ഡസ് ഹി സേ അബൌട്ട് ഇറ്റ്? അവൻ എന്താണ് പറയുന്നത് ഇതിനെക്കുറിച്ച്, അല്ലേ. ഹി സേസ് ഹംപ് ആൻഡ് ഹി വോണ്ട് പ്ലോ, സെഡ് ദ ഓക്സ്, അല്ലേ. അവൻ പറയുന്നത് ഹംപ് എന്ന് മാത്രമാണ്. ആൻഡ് ഹി വോണ്ട് പ്ലോ, അവൻ എന്ത് ചെയ്യില്ല? നിലമൊന്നും ഉഴുതു മറിക്കില്ല എന്ന് പറഞ്ഞു. വെരി ഗുഡ്, സെഡ് ദ ജിൻ, ഐ വിൽ ഹംപ് ഹിം ഇഫ് യു വിൽ കൈൻഡ്ലി വെയിറ്റ് എ മിനിറ്റ്. അപ്പോൾ പറഞ്ഞു എന്താണ്? ഐ വിൽ ഹംപ് ഹിം, ഞാൻ അവനെ ഹംപ് ചെയ്യിക്കാം. ഇഫ് യു വിൽ കൈൻഡ്ലി വെയിറ്റ് ഫോർ എ മിനിറ്റ്, നിങ്ങളൊരു മിനിറ്റ് ഒന്ന് കാത്തിരുന്നേ, അവൻ്റെ പണി ഞാൻ കൊടുക്കാമെന്ന് ആര് പറഞ്ഞു? ജിൻ പറഞ്ഞു. The jinn remonstrated with the camel who said hump. The camel's beautiful back suddenly grew a lump, which was the camel's hump. The jinn assured the camel his lump would always be a help, not a hindrance. അല്ലേ. The jinn rolled himself up the dust cloak and took a walk across the desert and found the camel looking at his own reflection in a pool of water. My friend, said the jinn, what is this? I hear of your doing no work. The jinn sat down with his chin in his hand while the camel looked at his own reflection in the pool of water. അപ്പോൾ നോക്കി, the jinn rolled himself up in his dust cloak and took a walk across the desert. അല്ലേ. അപ്പോൾ നേരെ എന്താണ്? ഡസ്റ്റ് ക്ലോക്കിലേക്ക്, എന്ന് വെച്ചാൽ എന്താണ്? പൊടി കൊണ്ടുള്ള ക്ലോക്ക് എന്ന് വെച്ചാൽ വസ്ത്രമാണ്, അല്ലേ. വസ്ത്രത്തിലേക്ക് ആര് കയറി? ജിന്ന് കയറി. എന്നിട്ടോ and took a walk across the desert, ഡെസേർട്ടിലൂടെ നടന്നു. and found the camel looking at his own reflection in a pool of water. പിന്നെ പൂൾ ഓഫ് വാട്ടർ, അല്ലേ, ഒരു കുളത്തിലെ വെള്ളത്തിൽ എന്ത് ചെയ്യുന്നു? സ്വന്തം റിഫ്ലക്ഷൻ, അല്ലേ, പ്രതിബിംബം നോക്കി നിൽക്കുന്ന ക്യാമലിനെ ആര് കണ്ടു? ജിൻ കണ്ടു. ജിൻ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, മൈ ഫ്രണ്ട്, എൻ്റെ സുഹൃത്തേ, വാട്ട് ഈസ് ദിസ്? എന്താണിത്? ഐ ഹിയർ ഓഫ് യു യു ആർ ഡൂയിങ് നോ വർക്ക്. ഞാൻ കേട്ടല്ലോ നീ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ കേട്ടല്ലോ. ദ ജിൻ സാറ്റ് ഡൗൺ വിത്ത് ഹിസ് ചിൻ ഇൻ ഹിസ് ഹാൻഡ്, അല്ലേ. താടിക്ക് കയ്യും കൊടുത്ത് ജിൻ അവിടെ ക്യാമലിൻ്റെ അടുക്കിലിരുന്നു. While the camel looked at his own reflection in the pool of water. അപ്പോഴും ക്യാമൽ എന്ത് ചെയ്യാണ്? ഈ പൂൾ ഓഫ് വാട്ടറിൽ അവൻ്റെ റിഫ്ലക്ഷൻ നോക്കിയിരിക്കുകയാണ്. You have given the 3 extra work ever since Monday morning. അല്ലേ. You have given the 3 extra work since Monday morning, all on account of your idleness, said the jinn, and he went on thinking with his chin in his hand. You have given the 3. ആ 3 പേർക്ക് നീ എന്ത് കൊടുത്തിരിക്കുകയാണ്? എക്സ്ട്രാ വർക്ക് സിൻസ് മൺഡേ. മൺഡേ മുതൽ നീ എക്സ്ട്രാ വർക്ക് കൊടുത്തിരിക്കുകയാണ്, അല്ലേ. അമിത ജോലി കൊടുത്തിരിക്കുകയാണ്.
ഓൾ ഓൺ അക്കൗണ്ട് ഓഫ് യുവർ ഐഡിൽനെസ്. എന്താണ് ഇതിനൊക്കെ കാരണം? യുവർ ഐഡിൽനെസ്, നിന്റെ മടിയാണ് ഇതിനൊക്കെ കാരണം. ആൻഡ് ഹി വെൻറ്റ് ഓൺ തിങ്കിങ് വിത്ത് ഹിസ് ചിൻ ഇൻ ഹിസ് ഹാൻഡ്. അല്ലേ, അവൻ്റെ ചിൻ അവൻ്റെ ഹാൻഡിലാക്കി എന്താണ് അവൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ജിൻ വീണ്ടും എന്ത് ചെയ്തു? ചിൻ, അതായത് താടിക്ക് കയ്യും കൊണ്ടിരുന്ന് ആലോചിക്കാൻ തുടങ്ങി, തിങ്ക് ചെയ്യാൻ തുടങ്ങി. Hump, said the camel. I shouldn't say that. If I were you, said the jinn, you might say it once too often. I want you to work. അപ്പോൾ ഇത് കേട്ടപ്പോൾ ക്യാമൽ എന്ത് ചെയ്തു? ആസ് യൂഷ്വൽ എന്തെന്ന് തന്നെ പറഞ്ഞു? ഹംപ് എന്ന് തന്നെ പറഞ്ഞു. ഐ ഷുഡൻറ്റ് സേ ദാറ്റ് അഗെയിൻ ഇഫ് ഐ വെയർ യു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇനി ഇത് വീണ്ടും പറയില്ലായിരുന്നു. യു മൈറ്റ് സേ ഇറ്റ് ഓൺസ് ടു ഓഫൺ. അല്ലേ, ഐ വോണ്ട് യു ടു വർക്ക്. അല്ലേ, നീ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, പക്ഷെ എന്താണ്? യു മസ്റ്റ് വർക്ക്. നീ എന്താണ് ചെയ്യേണ്ടത്? ജോലിയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഹംപ് ഹംപ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല നീ ചെയ്യേണ്ടത്, നീ ചെയ്യേണ്ടത് ജോലിയാണെന്ന് പറഞ്ഞു. ആൻഡ് ദ ക്യാമൽ സെഡ് ഹംപ് അഗെയിൻ. ബട്ട് നോ സൂണർ ഹാഡ് ഹി സെഡ് ദാൻ ഹി സോ ഹിസ് ബാക്ക് ദാറ്റ് വാസ് സോ പ്രൗഡ് ഓഫ് പഫിംഗ് അപ്പ് ആൻഡ് പഫിംഗ് അപ്പ് ഇൻ ടു എ ഗ്രേറ്റ് ബിഗ് ഹംപ്. ബട്ട് നോ സൂണർ ഹി ഹാഡ് സെഡ്. അല്ലേ, അവനത് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴെന്ത് സംഭവിച്ചു? ദാൻ ഹി സോ ഹിസ് ബാക്ക്, അവൻ്റെ പുറകിൽ അവൻ കണ്ടു. ദാറ്റ് ഹി വാസ് സോ പ്രൗഡ് ഓഫ്. അല്ലേ, അവൻ വളരെയധികം അഭിമാനിച്ചിരുന്ന ആ ബാക്ക് ഭാഗത്ത് അവൻ കണ്ടു പഫിംഗ് അപ്പ് ആൻഡ് പഫിംഗ് അപ്പ് ഇൻ ടു എ ഗ്രേറ്റ് ബിഗ് ഹംപ്. അല്ലേ, ഒരു ഹംപ് ഇങ്ങനെ ഉയർന്ന് വരുന്നത് അവൻ കണ്ടു. ഡു യു സീ ദാറ്റ്? സെഡ് ദ ജിൻ. ദാറ്റ് ഈസ് യുവർ വെരി ഓൺ ഹംപ് ദാറ്റ് യു ഹാവ് ബ്രോട്ട് അപ്പോൺ യുവർ വെരി ഓൺ സെൽഫ് ബൈ നോട്ട് വർക്കിംഗ്. Today is Thursday and you have done no work since Monday when the work began. Now you are going to work. How can I, said the camel, with this hump on my back? That has a purpose, said the jinn. All because you missed those 3 days. You will be able to work now for 3 days without eating, because you can live on your hump. And don't you ever say I never did anything for you. Come out of the desert and go to the tree and behave. And the camel went away to join the tree, and from that day to this camel always wears a hump. We can call it hump now, not the hurt his feelings, but he has never yet caught up with the 3 days that he missed at the beginning of the world, and he has never yet learned how to behave. അപ്പോൾ നോക്കി പറയാ, ഡു യു സീ ദാറ്റ്? സെഡ് ദ ജിൻ. അല്ലേ, ജിൻ ചോദിച്ചു, നീ ഇത് കണ്ടോ എന്ന് ചോദിച്ചു. അല്ലേ, ദാറ്റ് ഈസ് യുവർ വെരി ഓൺ ഹംപ് that you have brought upon your very own self by not working. അല്ലേ, നീ ജോലി ചെയ്യാണ്ടിരുന്നു, നീ സ്വയം നേടിയെടുത്തതാണ് എന്തെന്ന് വെച്ചാൽ ഈ മുതുകത്ത് വന്ന ഈ ഹംപ് എന്ന് പറഞ്ഞു. എന്നിട്ടോ when the work you have done no work since Monday. നീ എന്ത് ചെയ്തിട്ടില്ല? സിൻസ് മൺഡേ മുതൽ you have done no work. നീ വർക്ക് ചെയ്തിട്ടേ ഇല്ല. when the work began, now you are going to work. അല്ലേ, എപ്പോഴാണ് വർക്ക് തുടങ്ങുക? now you are going to work. ഇപ്പോൾ മുതൽ നീ ജോലി ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. how can I, said the camel, with this hump on my back? അല്ലേ, എൻ്റെ പുറകിൽ ഈ ഹമ്പും വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. that has a purpose. അതിനെന്തുണ്ട്? ഒരു പർപ്പസ് ഉണ്ടെന്ന് പറഞ്ഞു. അല്ലേ, അതിനൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. all because you missed those 3 days. കാരണം എന്താ? നീ ആ 3 ദിവസങ്ങൾ ജോലി ചെയ്യാതെ മിസ് ചെയ്ത് കളഞ്ഞു. You will be able to work now for 3 days without eating. ഇപ്പോൾ മുതൽ നിനക്ക് എന്ത് ചെയ്യാം? വിത്തൗട്ട് ഈറ്റിംഗ്, ഒരു ഭക്ഷണവും കഴിക്കാതെ 3 ദിവസത്തേക്ക് വർക്ക് ചെയ്യാനുള്ള കഴിവ് ഇപ്പോൾ നിനക്കുണ്ട്. ബിക്കോസ് യു ക്യാൻ ലീവ് ഓൺ യുവർ ഹംപ്. കാരണം എന്താ? ഈ ഹംപ് കൊണ്ട് നിനക്ക് ഇനി മുതൽ ജീവിക്കാം. ആൻഡ് ഡോണ്ട് യു എവർ സേ ഐ നെവർ ഡിഡ് എനിത്തിങ് ഫോർ യു. അല്ലേ, ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇനി ഒരിക്കലും പരാതി പറയരുത്. നിനക്ക് 2-3 ദിവസമൊക്കെ എന്ത് ചെയ്യാം? ഒരാഹാരവും ഇല്ലാണ്ട് ഈ ഹമ്പ് മാത്രം വെച്ച് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. കം ഔട്ട് ഓഫ് ദ ഡെസേർട്ട് ആൻഡ് ഗോ ടു ദ ട്രീ ആൻഡ് ബിഹേവ്. അല്ലേ, നീ എന്ത് ചെയ്യുക? ഇപ്പോൾ ഈ ഡെസേർട്ടിൽ നിന്ന് പുറത്തിറങ്ങുക, 3 പേരുടെ അരികിലേക്ക് ചെല്ലുക, ആൻഡ് ബിഹേവ്, നന്നായി പെരുമാറുക. ആൻഡ് ദ ക്യാമൽ വെന്റ് അവേ ടു ജോയിൻ ദ ട്രീ. അങ്ങനെ എന്ത് ചെയ്തു? ഈ ക്യാമൽ എന്ത് ചെയ്തു? ആ 3 പേർക്കൊപ്പം ചേരാൻ വേണ്ടിയിട്ട് അവിടേക്ക് ചെന്നു. ആൻഡ് ഫ്രം ദാറ്റ് ഡേ ടു ദിസ് ക്യാമൽ ഓൾവേസ് വെയർസ് എ ഹംപ്. അല്ലേ, ആ ദിവസം മുതൽ ഒരു ക്യാമൽ എപ്പോഴും ഒരു ഹംപും വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. വി കോൾ ഇറ്റ് ഹം നൗ, നോട്ട് ഹേർട്ട് ഹിസ് ഫീലിങ്സ്. അവനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഹംപ് എന്നല്ല ഹംപ് എന്നാണ് പറയുന്നത്. അല്ലേ, നമ്മളെല്ലാവരും ഹംപ് എന്നാണ് പറയുന്നത്.
But he has never yet caught up with the 3 days that he missed at the beginning of the world. പക്ഷേ ലോകം ആരംഭിച്ചപ്പോൾ എന്താണ് ചെയ്യേണ്ടിയിരുന്ന ആ 3 ദിവസത്തെ ജോലി അവൻ ഇതുവരേക്കും ചെയ്ത് തീർത്തിട്ടില്ലേ? അപ്പോൾ ആ ജോലി പൂർത്തിയാക്കാൻ അവന് ഇതുവരേക്കും സാധിച്ചില്ല അല്ലേ? അപ്പോൾ ആ ജോലി ചെയ്ത് പൂർത്തിയാക്കാനുള്ള ഹമ്പാണ് അവൻ്റെ മുതുകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അവൻ ഇതുവരേക്കും ചെയ്ത് തീർക്കാത്തതുകൊണ്ട് ആ ഹമ്പ് ഇതുവരേക്കും അവൻ്റെ മുതുകത്ത് നിന്ന് പോയിട്ടില്ല. ആൻഡ് ഹി ഹാസ് നെവർ യെറ്റ് ലേൺഡ് ഹൗ ടു ബിഹേവ്. ഇതുവരെയും എങ്ങനെ നന്നായി പെരുമാറണമെന്നും ഈ ക്യാമൽസ് എന്ത് കിട്ടിയില്ല, പഠിച്ചിട്ടേ ഇല്ല എന്നാണ് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റോറി. ഇതിൽ 2 സൈഡിലായിട്ട് എന്ത് കിടപ്പുണ്ട്, ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. എന്താണ് ഒന്നാമത്തെ സൈഡിലെ ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ടാസ്ക്സ് ഡു യു തിങ്ക് വെയർ അസൈൻ ടു ദ ഡോഗ് ആൻഡ് ദ ഓക്സ്? അല്ലേ, ഡോഗിനും ഓക്സിനും എന്തൊക്കെ ടാസ്കുകൾ, ജോലികളാണ് കൊടുത്തത്? വൈ ഡിഡ് ദ ക്യാമൽ ലിവ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഡെസേർട്ട്? അല്ലേ, എന്തുകൊണ്ടാണ് ക്യാമൽ ഡെസേർട്ടിൻ്റെ മിഡിലിൽ താമസിക്കുന്നത്? വാട്ട് മെയ്ഡ് ദ ഡോഗ്, ദ ഹോഴ്സ് ആൻഡ് ദ ഓക്സ് വെരി ആംഗ്രി? അല്ലേ, എന്തുകൊണ്ടാണ് ഡോഗും ഹോഴ്സും ഓക്സും വളരെയധികം ദേഷ്യത്തിലായത്? ഹൗ ഡിഡ് ദ ജിൻ നോ ദ ഹോഴ്സ് വാസ് കംപ്ലൈനിങ് അഗൈൻസ്റ്റ് ദ ക്യാമൽ? അല്ലേ, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ക്യാമലിനെ കുറിച്ചാണ് ഹോഴ്സ് കംപ്ലൈൻ ചെയ്യുന്നതെന്ന് ജിന്നിന് മനസ്സിലായത്? അല്ലേ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ടിൽ എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്? ദ ക്യാമൽ വാസ് ലുക്കിംഗ് അറ്റ് ഹിസ് ഓൺ റിഫ്ലക്ഷൻ ഇൻ ദ പൂൾ. വാട്ട് ഡസ് ഇറ്റ് സജസ്റ്റ് യു അബൌട്ട് ദ ക്യാമൽ? അല്ലേ, പിന്നെ ദ ക്യാമൽ സെഡ് ഹംപ് റിപ്പീറ്റഡ്ലി. ഹൗ ഡിഡ് ഇറ്റ് അഫക്റ്റ് ഹിം? അല്ലേ, ഈ ഹംപ് എന്ന് എപ്പോഴും പറയുന്നത് എങ്ങനെയാണ് അവനെ ബാധിച്ചത്? വാട്ട് അക്കോർഡിംഗ് ടു ദ ജിൻ വാസ് ദ യൂസ് ഓഫ് ദ ഹംപ്? എന്തായിരുന്നു ഹമ്പിൻ്റെ ഉപയോഗം? ജിൻ പറഞ്ഞിട്ടുണ്ട്. ഹി ഹാസ് നെവർ യെറ്റ് ലേൺ ടു ബിഹേവ്. അവൻ ഇതുവരെയും നന്നായി പെരുമാറാൻ പഠിച്ചിട്ടില്ല. ഇൻ ദ ലൈറ്റ് ഓഫ് ദിസ് വാട്ട് ഈസ് ദ റൈറ്റേഴ്സ് ഒപ്പീനിയൻ അബൌട്ട് ദ ക്യാമൽ? അപ്പോൾ ക്യാമലിനെ കുറിച്ച് റൈറ്ററുടെ ഒപ്പീനിയൻ എന്താണ്? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. ബാക്കിയുള്ള നോട്ട്സ് ഇവിടെ നിന്ന് സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ്.